Hi friends, welcome to your channel Keam on Fire. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ PYQs ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസിലേഷൻ ഇസ് വെരി സിമ്പിൾ ചാപ്റ്റർ. പലപ്പോഴും 2-3 ക്വസ്റ്റ്യൻസ് ഇതിനകത്തൊന്നും വരാറുണ്ട്. ബട്ട് ആ 2-3 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അവർ എഫേർട്ട് ഈസ് വെരി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും വരാറുള്ളത്. ചിലപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും വരാറുണ്ട്. ബട്ട് പഠിക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, ഒരു ചാപ്റ്ററാണിത്. സോ എവറി ടൈം വാട്ട് ഐ എം സെല്ലിങ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ പേപ്പർ പെൻ എടുക്കുക, ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് തറവായിട്ട് മനസ്സിലിരിക്കത്തുള്ളൂ. വേറെ എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. യു ഹാവ് ടു ആൻസർ, ട്രൈ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. പഠിച്ചു എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ആൻസർ നമുക്ക് സ്വന്തമായിട്ട്, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കഷൻ കേൾക്കുക, എഗെയിൻ ട്രൈ ടു ഡു ദ സെയിം പ്രോബ്ലം. അതുപോലെ തന്നെ വേറെ പ്രോബ്ലംസും നമുക്ക് ഇഷ്ടംമാതിരി മോക്ക് ടെസ്റ്റും പ്രോബ്ലംസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണിത്. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. സോ നമ്മൾ ഓസിലേഷൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ബ്രീഫായിട്ട് പറയാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ F=KX എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്ന ഫോമിലുള്ള കാര്യങ്ങളെയൊക്കെയാണ്, ആ ഫോമിലുള്ള ഓസിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. സോ ആൻഡ് ദെൻ F=KX. അതിൽ K എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വി നോ ദാറ്റ് m⍵². അതിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് -m⍵² x. അപ്പോൾ ഇത് നമുക്കറിയാം എന്തിൻ്റെ ടേംസിലാണ്, ഇറ്റ് ഈസ് ആക്ച്വലി മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ ഹിയർ ആക്സലറേഷൻ ബിക്കംസ് -ω² x ആണ്. എഗെയിൻ വി വിൽ ഫൈൻഡ് ഔട്ട് ദാറ്റ് വാട്ട് ഈസ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ω × a² മൈനസ് ω × √a² - x². പിന്നെ അതിൻ്റെ നമ്മൾ ഒരു സൈൻ ടേംസിലൊക്കെ എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് a sin ωt. v അതെല്ലാം പറയുന്നത് നമ്മൾ എന്താണ്, നമ്മളൊരു നമ്മുടെ പെൻഡുലം ആണെന്ന് വിചാരിക്കുക. പെൻഡുലം ഇങ്ങോട്ട് പോകുന്നു, എഗെയിൻ പെൻഡുലം ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ കം ഗോ ദെയർ, ഇങ്ങോട്ട് വരുന്നു. ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. പെൻഡുലത്തിൻ്റെ ഒരു മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ x = 0, ടൈം = 0. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഇക്വേഷനാണിത്. ഇനി ഇത് മാറിക്കഴിഞ്ഞാൽ, ലൊക്കേഷൻ മാറിയാൽ, അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ബേസിക്സ് ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് എക്സ്ട്രീം എൻഡിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് a ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, ദിസ് ഈസ് -a. അങ്ങോട്ട് പോകുന്നു, എഗെയിൻ തിരിച്ചിങ്ങോട്ട് വരുന്നു, പിന്നെ ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു. ഇതാണ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. അതുപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നു. സോ ഇൻ ദാറ്റ് കേസ് പിന്നെ നമുക്കുള്ളത് കൈനറ്റിക് എനർജി നമുക്കറിയാം. അതുപോലെ തന്നെ വെലോസിറ്റി, ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താ, ω²x. അപ്പോൾ x 0 ആയിരിക്കുന്ന കേസിൽ എന്തായിരിക്കും, ആക്സലറേഷൻ 0 ആയിരിക്കും ഇവിടെ, അല്ലേ. ഇനി ആക്സലറേഷൻ മാക്സിമം ആവുന്നത് ഈ എൻഡിൽ. ഹിയർ ആക്സലറേഷൻ ഇസ് മാക്സിമം. അതെന്തൊരു -ω² a വരും. ഇവിടെ അതുപോലെ തന്നെ ആക്സലറേഷൻ മാക്സിമം ആയിരിക്കും. ബട്ട് വെലോസിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി ഈ എക്സ് പൊസിഷനിൽ ഇവിടെ എക്സിന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി എന്ത് വരും, വെലോസിറ്റി മാക്സിമം എന്ന് പറയുന്നത് ω വരും. സോ ഈ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ഇവിടെ വെലോസിറ്റി 0. കാരണം ഇവിടെ ഈ എക്സിന് പകരം a കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കം 0. ഓക്കെ, ഇറ്റ് ബിക്കം 0. അപ്പോൾ ഇവിടെ വെലോസിറ്റി 0 ആയിരിക്കും, ഇവിടെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, ഇവിടെ ആക്സലറേഷൻ മാക്സിമം ആയിരിക്കും, ഇവിടെ ആക്സലറേഷൻ 0 ആയിരിക്കും. അപ്പോൾ ആക്സലറേഷൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ 0 കിട്ടും, എവിടെ മാക്സിമം കിട്ടുമെന്ന്, അതോ നമ്മൾ മറന്നു പോയാൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ഇനി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ½ × m × v². സോ ദാറ്റ് ഈസ് ½ × m × v. നമുക്കറിയാമല്ലോ, v² എടുക്കുമ്പോൾ ω² × a² - x². അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ x 0 കൊടുത്തു കഴിയുമ്പോൾ we will get kinetic energy maximum at center. ഇവിടെയും നമ്മൾ a കൊടുത്തു കഴിയുമ്പോൾ കൈനറ്റിക് എനർജി എന്തായി മാറും, 0. കൈനറ്റിക് എനർജി ഇവിടെയും 0 ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ ½ × kx². സോ വാട്ട് ഈസ് k, ½ × m⍵² × x². സോ x 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0. ഈ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. 0 അല്ലെങ്കിൽ മിനിമം എന്ന് പറയാം. ചില കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഈ എൻ്റയർ സാധനം മുകളിലേക്കൊക്കെ പൊക്കുവാണെങ്കിൽ ദർ ഈസ് സം ലൊക്കേഷൻ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി വരാം. ബട്ട് നോർമലി പൊട്ടൻഷ്യൽ എനർജി ഈസ് മിനിമം അല്ലെങ്കിൽ 0. ഹിയർ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. കാരണം ഇവിടെ നമ്മൾ a കൊടുക്കുന്നുണ്ട്. ഹിയർ വെൻ ഇറ്റ് ബിക്കംസ് a, ഇറ്റ് ഈസ് ½ × m⍵² × a² വരും. സോ ദാറ്റ് ഈസ് എ മാക്സിമം. ഇവിടെയും മാക്സിമം. സോ നമ്മൾ അതിൻ്റെ ഗ്രാഫൊക്കെ പഠിച്ചു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ലൈക്ക് ദിസ്, കൈനറ്റിക് എനർജി ഈസ് ലൈക്ക് ദിസ്. സോ അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. ജസ്റ്റ് ലെറ്റ് us കണ്ടിന്യൂ വിത്ത് അവർ നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2020 കീം 2025 29/4/2025 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. പിന്നെ ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ് അതൊക്കെ നിങ്ങളൊന്ന് ഓർത്താൽ മതി. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ, വിത്ത് A and B as extreme positions and 0 അല്ലെങ്കിൽ O as its mean position. If A and V represent the acceleration and velocity, then
ഈ പറയുന്നതിൽ എന്താണ് ശരിയെന്ന്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒന്ന് വരച്ചാലോ? പ്രത്യേകിച്ചൊന്നും വരയ്ക്കാനല്ല. ദിസ് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, എക്സ് ഈസ് ഈക്വൽ ടു 0, ടി ഈസ് ഈക്വൽ ടു 0. ഇതിൽ എക്സ്ട്രീം പൊസിഷൻ എയും ബിയും ആണ്. അപ്പോൾ ഈ ഒരു എക്സ്ട്രീം എ കൊടുക്കാം, ഈ ഒരു പൊസിഷൻ ബി കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം എ ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടുന്ന് ആ സാധനം അങ്ങേയറ്റം വരെ പോകുന്നു, പിന്നെ തിരിച്ച് ഇവിടെ വരുന്നു, പിന്നെ ഇങ്ങേറ്റം വരുന്നു, ഇങ്ങോട്ട്. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് ടൈം പീരീഡ്. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താ? റെപ്രസെൻറ്റ് ആക്സിലറേഷൻ എ ആണ്, വി വെലോസിറ്റീവ് ആണ്. അറ്റ് എ ആക്സിലറേഷൻ ഈസ് 0. സോ വാട്ട് ഈസ് ദ അറ്റ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ആക്സിലറേഷൻ? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എ ആണ്. വാട്ട് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എ ആകുമ്പം എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ. സോ മൈനസ് ഒമേഗ സ്ക്വയർ എ. ബട്ട് ഇവർ പറയുന്നത് 0 ആണ്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് നോട്ട് കറക്റ്റ്. ആക്സിലറേഷൻ മാക്സിമം ആവുന്ന എവിടെയാണ്? ആ എക്സ്ട്രീം എ പൊസിഷനിലും എക്സ്ട്രീം ബി പൊസിഷനിലുമാണ്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് 0. അറ്റ് ബിയിലും ആക്സിലറേഷൻ 0 അല്ല. കാരണം ബിയിൽ എന്ത് വരും? പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ വരും. സോ ദെയർ ഓൾസോ ആക്സിലറേഷൻ ഈസ് ദെയർ, ഒമേഗ സ്ക്വയർ എ. ഇവിടെ മൈനസ് ഒമേഗ സ്ക്വയർ എ വരും. സോ ആക്സിലറേഷൻ്റെ വാല്യൂ രണ്ടിടത്തും 0 അല്ല, രണ്ടിടത്തും നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. Then at O acceleration is maximum. At O എന്ന് പറഞ്ഞാൽ എക്സ്, ഇതാണ് O പോയിന്റ് കേട്ടോ. അറ്റ് ഓയിൽ ആക്സിലേഷൻ എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അറ്റ് ഓയിൽ എക്സ് ഇസിക്കൽ ടു 0 ആണ്. സോ ആക്സിലേഷൻ ഇസ് 0. അറ്റ് ഓയിൽ ആക്സിലേഷൻ 0 ആണ്. ബട്ട് ഇവർ പറയുന്നത് അത് മാക്സിമം ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. അറ്റ് O എ ആൻഡ് വി ആർ മാക്സിമം തെറ്റാണ്. കാരണം എ എന്തായാലും മാക്സിമം അല്ല. ഇനി ബാക്കി ഓരോ ഓപ്ഷനുകൾ അത് എന്തായാലും ആയിരിക്കാം. അറ്റ് O എ ഈസ് ഈക്വൽ ടു 0. ഓഫ് കോഴ്സ് അറ്റ് ഓയിൽ എ എന്താണ് പറയുന്നത്? അറ്റ് ഓയിൽ ആക്സിലറേഷൻ 0. അപ്പോൾ മെയിനായിട്ട് ഇവർ ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, വിൻ്റെ കാര്യം ചോദിച്ചില്ല. വി ഇവിടെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആക്സിലറേഷൻ എവിടെയാണ്? ഇതെന്താ ഞാൻ പറഞ്ഞത്? അറ്റ് ബിയിലും ആക്സിലറേഷൻ 0 അല്ല. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ ആറ്റ് ഓപ്ഷൻ. സോ ഇത് മിക്കവാറും എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ്. ഈ ഒരു കാര്യം മാത്രം ഓർക്കുക. ഈ രണ്ട് ബേസിക് സിമ്പിൾ ഇക്വേഷൻ ഓർത്താൽ തന്നെ നമുക്കിത് എഴുതാൻ പറ്റും. കാണാതെ പഠിക്കാൻ പറ്റുന്നവർ കാണാതെ പഠിക്കുക. ഓക്കെ, കാണാതെ പഠിക്കാൻ പറ്റാത്തവർ ഈ ഇക്വേഷൻ ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ആ ഒമേഗ സ്ക്വയർ എക്സ് ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഓഫ് കോഴ്സ് ആക്സിലറേഷൻ 0 ഹിയർ. ഇവിടെ ആക്സിലറേഷൻ 0 ആണ്. വെലോസിറ്റി ഇവിടെയാണ് മാക്സിമം. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. ആക്സിലറേഷൻ 0, വെലോസിറ്റി മാക്സിമം ആയിട്ട് വരും. സോ ആ പോയിൻ്റ് ഒന്ന് ഓർത്തിരിക്കുക. വളരെ സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5/6/2024 കീമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് പീരീഡ് ടി, ടൈം പീരീഡ് ആണ് തന്നേക്കുന്നത് ടി, ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആണ് തന്നേക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. ഡയറക്റ്റ്ലി ആ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ ദ ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ടൈം ടി ഇസ് ഈക്വൽ ടു ടൈം എത്ര? T/2 ആർ റെസ്പെക്റ്റീവ്ലി. സോ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുക. ആക്സിലറേഷൻ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് T/2ലാണ് വേണ്ടത്. സോ നമുക്ക് ആക്സിലറേഷൻ വെലോസിറ്റിയും കണ്ടുപിടിക്കാം. വി ഇസ് ഈക്വൽ ടു dx/dt ഇസ് ഈക്വൽ ടു എന്താ? മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി അല്ലേ. ഇനി ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു d²x/dx² എന്ത് വരും? മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇത് രണ്ടും നമുക്കറിയാം. ഇനി പറഞ്ഞേക്കുന്നത് നമ്മളോട് വെലോസിറ്റി ആക്സിലറേഷൻ ആദ്യം കണ്ടുപിടിക്കാം. സോ ആക്സിലറേഷൻ അറ്റ് ടൈം ടി ഇസ് ഈക്വൽ ടു T/2. അപ്പോൾ ടൈമിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? T/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഓവർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ, അങ്ങനെ തന്നെ കോസ് ഒമേഗ ഇൻറ്റു T/2. എത്രയാണ് നമുക്കറിയാം? ഒമേഗ എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. ഒമേഗ നമ്മൾ ടീൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ 2π/t. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ഇൻറ്റു T/2. T ക്യാൻസൽ, 2 ക്യാൻസൽ. കോസ് പൈ എന്ന് വെച്ചാൽ എന്താ? cos 180, that is -1. So it becomes a omega square. Acceleration becomes a omega square. Acceleration and velocity തിരിച്ചാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ആക്സിലറേഷൻ നമുക്ക് a omega square കിട്ടി. വാട്ട് ഈസ് ദ വെലോസിറ്റി? ക്വസ്റ്റ്യനിൽ തിരിച്ചാണ് ചോദിച്ചേക്കുന്നത്. അല്ല, ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ചിലപ്പോൾ ക്വസ്റ്റ്യനെ തിരിച്ചായിരിക്കും ചോദിച്ചേക്കുന്നത്. ബട്ട് വി ഗെറ്റ് ആക്സിലറേഷൻ ആസ് എ ഒമേഗ സ്ക്വയർ. വാട്ട് ഈസ് വി? ലെറ്റസ് കൺസിഡർ വി എന്ന് പറയുന്നത് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി.
അപ്പം നമുക്ക് നോക്കാം മൈനസ് എ ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ എടുക്കുക, സൈൻ 2π/t ഇൻറ്റു ടിക്ക് പകരം നമുക്ക് t/2 മറ്റേ ചെയ്ത പോലെ തന്നെ ഈ ടി ക്യാൻസൽ 2 ക്യാൻസൽ. സൈൻ പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0. സോ വെലോസിറ്റി ഈസ് 0, സൈൻ പൈ അല്ലേ, സൈൻ പൈ എന്തായാലും 0 ആണ്. സോ വെലോസിറ്റി ഈസ് 0 ഹിയർ, ബട്ട് ആക്സിലറേഷൻ നമുക്ക് എത്ര കിട്ടി? ആക്സിലറേഷൻ a ഒമേഗ c. സോ നമുക്ക് വെലോസിറ്റി ഇവിടെ നമുക്ക് വെലോസിറ്റി ഇവിടെ ആക്സിലറേഷൻ കൊടുക്കാം. ഞാൻ എഴുതിയപ്പോൾ തിരിഞ്ഞു പോയതായിരിക്കും. അപ്പോൾ വെലോസിറ്റി നമുക്ക് 0 കിട്ടി. വെലോസിറ്റി 0 ആകുമ്പോൾ ഈ രണ്ടെണ്ണം എന്തായാലും ക്യാൻസൽ ചെയ്ത്, രണ്ടും അല്ല. സോ ആക്സിലറേഷൻ a ഒമേഗ സ്ക്വയർ ആണ് കിട്ടിയത്. സോ ദിസ് വൺ ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഒരു ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷൻ a cos ഒമേഗ t ആയതുകൊണ്ട് നമുക്കറിയാം എന്തായിരിക്കും അതെന്ന് പറയുന്നത്. ഇവിടുന്ന് തുടങ്ങുന്ന ഒരു മോഷനാണ്. എക്സ് ഇസ് ഈക്വൽ ടു എയിൽ നിന്നാണ് ഈ മോഷൻ തുടങ്ങുന്നത്. സോ അത്ര ഡെപ്തായിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, അങ്ങനെയൊന്നും ചോദിച്ചിതുവരെ കണ്ടിട്ടില്ല. ഡയറക്റ്റ്ലി ദേ ഹാവ് ഗിവൺ അസ് a cos ഒമേഗ t/2 ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വെലോസിറ്റി 0 ആണ്. t/2 എന്ന് പറഞ്ഞാൽ ഹാഫ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും അത് t/2 ആയി. അത് നിങ്ങൾക്കൊന്നും തലയുടെ മുകളിൽ കൂടെ കയറി പോകുന്നെങ്കിൽ ഡോണ്ട് കൺസിഡർ ദാറ്റ്, അത് വിചാരിക്കേണ്ട. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് തന്നിട്ടുണ്ട് a cos ഒമേഗ t, അത് വെച്ചിട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt, ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ ചെയ്യുക. അപ്പോൾ അതിന് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആക്സിലറേഷൻ. ഇതിലെല്ലാം ഈ ഒമേഗ ടി എന്നുള്ളിടത്ത് t/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t എന്നറിയാം. എന്നിട്ട് ആ ഒമേഗയ്ക്കും നമ്മൾ 2π/t ആക്കി ഇതിനെ കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഫസ്റ്റ് കേസിൽ നമുക്ക് കോസ് പൈ കിട്ടി, കോസ് പൈ -1 ആയതുകൊണ്ട് ഇറ്റ് ഈസ് a ഒമേഗ സ്ക്വയർ. ഇവിടെയും സൈൻ പൈ ആയിട്ട്, സൈൻ പൈ 0 ആയതുകൊണ്ട് എൻ്റെ ടേം എന്തായി മാറും? 0 ആയി മാറും. സോ ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24/2026 കീമിൽ വന്ന ക്വസ്റ്റ്യനാണ്. സോ ഫേസ് ഡിഫറൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇഫ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓഫ് എനി 2 പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM are given by x1 is equal to a sin omega t and x2 is equal to a cos omega t. അങ്ങനെയാണെങ്കിൽ then the phase difference between them, phase difference ആണ് ചോദിച്ചിരിക്കുന്നത്. phase difference എന്ന് വെച്ചാൽ എന്താ? ഒരു മോഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പോയി, അടുത്ത മോഷൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഇങ്ങനെ പോകുന്നു. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും 2 പീക്ക് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ 2 വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫേസ് ഡിഫറൻസ്. ഒരെണ്ണം കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ടാണ് അടുത്തത് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഒരെണ്ണം ഒരു റൊട്ടേഷനിൽ ഒരെണ്ണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു റൊട്ടേഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ വരെ എത്തി. ഇത് അല്ലെങ്കിൽ ഒരെണ്ണം കംപ്ലീറ്റ്ലി ഇവിടെ എത്തി, എന്നിട്ട് അടുത്ത റൗണ്ട്, ഒരു റൗണ്ട് കഴിഞ്ഞു, അടുത്ത റൗണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് സെക്കൻഡ് മോഷൻ. അത് വേറൊരു കളറിൽ വരയ്ക്കാം. വേറൊരു ഇതുപോലെ തന്നെ റൊട്ടേഷൻ, ഇതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് 90 ആണ്, ഇത് 90 ഡിഗ്രി, ഇത് 0 ഡിഗ്രി, 0 ഡിഗ്രിയിൽ പറയുന്നതേ ഉള്ളൂ. ഇത് ഇവിടെ എത്തി, അടുത്ത റൗണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഇവിടെ എത്തിയത്. സോ ഇതിൻ്റെ 1 കംപ്ലീറ്റ് റൊട്ടേഷനും ഇതിൻ്റെ 1 കംപ്ലീറ്റ് റൊട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫേസ് ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും അങ്ങോട്ട് എഴുതുക. x1 is equal to എന്താണ്? a sin ഒമേഗ ടി. x2 എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെ a ആണ്, ഇറ്റ് ഈസ് കോസ് ഒമേഗ ടി. സോ നമുക്ക് ഇതിനെ കൂടി ഇതിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റിയാൽ ആ എക്സ്ട്രാ കിട്ടുന്ന എന്താണോ ദാറ്റ് ഈസ് അവർ ഫേസ് ഡിഫറൻസ്. സോ x2 is equal to a, കോസിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 90 ± θ എന്ന് എഴുതാമല്ലോ. സോ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ 90 + ഒമേഗ ടി എന്ന് എഴുതാം. സോ സൈൻ 90 + ഒമേഗ ടിയും എന്തായി മാറും? കോസ് ഒമേഗ ടി ആയി മാറും. ഇതിനെ നമുക്ക് റേഡിയൻസിൽ എഴുതി കഴിഞ്ഞാൽ സൈൻ 90 എന്ന് വെച്ചാൽ π/2 + ഒമേഗ ടി. സോ ഫസ്റ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് x2, x1 എത്രയാണ് നമുക്ക് കിട്ടിയത്? a sin ഒമേഗ ടി. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതിനെ ഇങ്ങനെ എഴുതാം. x2 = a sin ഒമേഗ ടി + π/2. സോ ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് 5. അതായത് ഇക്വേഷൻ ഈസ് a sin ഒമേഗ ടി + 5 എന്നാണ് ഇക്വേഷൻ. ദാറ്റ് 5 ഈസ് ദ സൈൻ ഡിഫറൻസ്, എക്സിൻ്റെ ഇക്വേഷൻ. സോ ഇവിടുത്തെ 5 എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് a കോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെയും കൂടെ കോസ് ആക്കുക, അല്ലെങ്കിൽ രണ്ടിനെയും സൈൻ ആക്കുക, അതിനെ സൈൻ ആക്കുക. ഏതെങ്കിലും ഇതിൽ രണ്ടും ഒരേ ഫോർമാറ്റിലാക്കിയിട്ട് വാട്ട് എവർ കംസ് ദാറ്റ് π/2. സോ ഹിയർ ഇറ്റ് കംസ് π/2
π/2 ആണ് ഫേസ് ഡിഫറൻസ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ പല രീതിയിൽ നമുക്ക് ഫേസ് ഡിഫറൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ടിൻ്റെയും ഏകദേശം ഒരേ ടേമിലാക്കുക. ചിലപ്പോൾ കോസ് സ്ക്വയർ ആയിരിക്കാം, ചിലപ്പോൾ സൈൻ സ്ക്വയർ ആയിരിക്കാം, എന്താണെങ്കിലും അതിനെ നമ്മൾ രണ്ടിൻ്റെയും ഒരേ ടേമിൽ രണ്ടിനെ ആക്കുക. എന്നിട്ട് ആ ബാക്കി എക്സ്ട്രാ എന്തുണ്ടോ ദാറ്റ് വിൽ ബി അവർ ഫേസ് ഡിഫറൻസ്. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. സോ ടൈം ആയെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എല്ലാ ഇക്വേഷൻസും എല്ലാ പ്രോബ്ലംസും നിങ്ങൾ നന്നായി ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.